ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിയും ഫ്രഷ് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. നല്ല മണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഈ മട്ടൻ കറി തയ്യാറാക്കാനായി 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. മട്ടൻ കറി നല്ല ടേസ്റ്റോടെ കിട്ടണമെങ്കിൽ അല്പം നെയ്യും എല്ലോടും കൂടിയിട്ടുള്ള മട്ടൻ എടുക്കണം. ഇതുപോലെയുള്ള മട്ടൻ എടുക്കണം. കുറച്ച് എല്ലും നെയ്യും ഒക്കെയുള്ള മട്ടനാണ് എടുക്കേണ്ടത്. ഇതിന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, നാരങ്ങ നീര് 1/2 ടേബിൾ സ്പൂൺ. നാരങ്ങ നീരിന് പകരം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കുക്കറടച്ച് വേവിക്കണം. 3-4 വിസിൽ വരണം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തീ ഓഫ് ചെയ്ത് 15-20 മിനിറ്റ് അനക്കാതെ വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ നല്ല പോലെ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി 8 ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി 30-35 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറി. ഇതിലേക്ക് ഇനി 1 സവാള കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാളയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഇതൊരു ഗോൾഡൻ കളറായി വരണം. ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. കളറ് മാറി വരുന്നുണ്ട്. ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇത് പച്ചച്ചുവ മാറുന്നവരെ 1-1.5 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് തിളച്ച് വരുമ്പം ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മട്ടൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു മട്ടൻ കറിയാണിത്. ചോറ്, അപ്പം, ദോശ, ചപ്പാത്തി, പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കറി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിയും
കറിവേപ്പിലയും മല്ലിപ്പൊടിയും ചേർത്ത് തീ ഓഫ് ചെയ്ത് ഇതൊരു 15 മിനിറ്റ് അടച്ചു വെക്കണം. ബാലൻസ് ആയ ശേഷം നമുക്കിത് തുറന്നെടുക്കാം. നല്ല മണം. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.